പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല ദിവസത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പുതിയ പ്രഭാതത്തെ സ്വീകരിച്ച് നമുക്കിന്ന് ജീവിക്കാം. ഇന്ന് ചില വീഡിയോസൊക്കെ കാണാനിടയായി. ജീസസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരു കൂട്ടായ്മ, ഇപ്പോൾ എറണാകുളത്തും ഉണ്ട് അതിൻ്റെ കൂട്ടായ്മ. അപ്പോൾ ഈ കൂട്ടായ്മയിലൂടെ പുറത്തു വന്ന കുറച്ച് വീഡിയോസുണ്ട്. തെരുവിൽ കിടക്കുന്ന മനുഷ്യർ, അവരെന്താ തെരുവിലായിപ്പോയത്? എന്തെങ്കിലും ആകട്ടെ, തെരുവിലാണിപ്പോൾ. വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന 13 വയസ്സ് മുതൽ തെരുവിൽ ജീവിച്ചൊരു മനുഷ്യനെ കാണിച്ചുകൊണ്ടാണ്. അദ്ദേഹം 6 മാസത്തോളം ഒരേ ബനിയൻ ഇട്ടു, പച്ച കളറുള്ളൊരു ബനിയൻ ഇട്ടിട്ട്, പിന്നെ പച്ച ബനിയൻ എന്ന് പറഞ്ഞ് ചേർത്താണ് അദ്ദേഹത്തെ പിന്നെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര് വന്നത്, എന്തുകൊണ്ടാണ് ഈ 6 മാസം ഈ ബനിയൻ തന്നെ ഇട്ടത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ റെയിൽവേയിലൊക്കെ കയറുമ്പോൾ അത് വൃത്തിയുള്ള വസ്ത്രവുമായിട്ട് കയറിയാൽ പിന്നെ ട്രെയിനകത്ത് ഇരിക്കാനൊക്കെയല്ല, TTRമാർ വന്നിട്ട് നമ്മൾ തള്ളി ഇറക്കും. നേരെ മറിച്ച് നമ്മൾ വൃത്തിയുടെ കുറച്ച് മുഷിഞ്ഞതുമൊക്കെയാണ്. എന്നിട്ട് അതിനകമൊക്കെ തൂത്ത് തുടച്ചൊക്കെ കൊടുക്കുമ്പോൾ വല്ല പൈസയൊക്കെ തരും. അതൊക്കെ കൊണ്ടായിരുന്നു എൻ്റെ ജീവിതം. ഇന്ന് ഒരു പെട്ടിക്കട പോലെ ഉള്ളൊരു കൊച്ചു സ്ഥലത്ത് ഇന്ന് ഒതുങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്. സത്യത്തിൽ അദ്ദേഹം ഏത് മതത്തിലും വിശ്വസിക്കട്ടെ, അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ. ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന കത്തോലിക്ക സഭ അല്ല, സഭയിൽ ഒരുപാട് സഭകൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ സഭയ്ക്ക് സമ്പത്ത് കൂടി ഒരുപാട് സമ്പത്തായി. എറണാകുളം അങ്കമാലി തിരുവനന്തപുര പ്രശ്നം തന്നെ സമ്പത്ത് കൂടിയതിൻ്റെ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ആരാധന പ്രശ്നമൊന്നും അല്ല, ഒരു സംശയവും വേണ്ട. സമ്പത്ത് കൂടിയപ്പോൾ സമ്പത്തിന് കൈയിട്ട് വരാൻ തുടങ്ങി. സമ്പത്ത് കൈയിട്ട് വാരിയവരോട് പറഞ്ഞതിൻ്റെ കണക്ക് കാണിക്കണം. ഇത് പൊതുവിൻ്റെ മുതലാണ്, ദൈവം തന്ന മുതലാണ്, ഇത് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതായിരുന്നു അവിടുത്തെ പ്രശ്നം. അപ്പോൾ സത്യത്തിൽ സഭയിൽ എന്താ സംഭവിച്ചത്? നേർച്ചപ്പെട്ടി മാറിപ്പോയതാണ്. അതിന് നേർച്ചപ്പെട്ടി മാറിപ്പോകാൻ, അത് സത്യം അതാണ്, നേർച്ചപ്പെട്ടി മാറിപ്പോയതാണ്. ഈ അച്ഛന്മാരുടെ ആരുടെ മുതലല്ലല്ലോ പള്ളിക്കുള്ളത്, ആണോ? ദൈവജനം കൊണ്ട് ഇട്ട് കൊടുത്ത കാശല്ലേ. ഈ കാശ് സത്യത്തിൽ പള്ളിയിലായിരുന്നോ ഇടേണ്ടത്? പള്ളിയിലുള്ളവർ വിശ്വസ്തരാണെങ്കിൽ പള്ളിപ്പെട്ടിയിൽ വീഴുന്ന പണം പാവങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനമായി മാറിയത്. പള്ളിയിലുള്ളവർക്ക് കരുണയില്ലാതെ വന്നപ്പോൾ, അതിൻ്റെ അധികാരികൾക്ക് കരുണയില്ലാതെ വന്നപ്പോൾ സഭയ്ക്ക് മുതൽ കൂടി ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ ആ ഗ്രൗണ്ടിലൊരു 4 മുറി പെരപണിയാം, അത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം, ഇവിടെ നല്ല കച്ചവടം നടക്കും. ഇപ്പോൾ ഇറച്ചിക്കടയും ചായക്കടയും പലചരക്കടയൊക്കെ അങ്ങനെ പള്ളിപ്പുരയിടത്തിലെ കെട്ടിടങ്ങളിലൊക്കെ വന്നു. സ്ഥിരമായ ഒരു വരുമാന മാർഗമായി. സത്യത്തിൽ ഇങ്ങനെയൊക്കെ പള്ളിയിൽ കാശ് കൂട്ടാനാണോ നേർച്ചയിട്ട കാശ്, നേർച്ചയിട്ടവൻ ഉദ്ദേശിച്ചത്? പള്ളിയിലൂടെ നന്മ ചെയ്യട്ടെ എന്നും പറഞ്ഞാൽ കാശിട്ടത്. പക്ഷെ കൈ കിട്ടിയവരൊക്കെ എന്ത് ചെയ്തു? അത് നന്മ ചെയ്യുക ആയിരുന്നില്ല ചെയ്തത്. അത് സമ്പത്ത് പെരുകിയ സമ്പത്തിൻ്റെ മുകളിൽ അടയിരിക്കുകയും അതുകൊണ്ട് വേറെ ഒരുപാട് മുതൽ വാരി കൂട്ടുകയും വലിയ ഹാളുകളൊക്കെ പണിത് അതിൻ്റെ വാടക വാങ്ങിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തു. സത്യത്തിൽ ഈ സഭയിൽ കൂടിയ ഈ പണമെല്ലാം പാവപ്പെട്ടവരായ മനുഷ്യർക്ക്, അത് കണ്ടപ്പോൾ ഇപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ പറയുന്നു, അവരിൽ ആരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യം കഞ്ഞി വെക്കാനെങ്കിലും ഉള്ളത് ഈ സഭയിൽ നിന്ന് കൊടുത്തു എന്നാണ് അതിനർത്ഥം, അല്ലേ? അങ്ങനല്ലേ? ഇപ്പോൾ ഇതെന്താ, അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സഭയിൽ ഇത്രയും കാശ് പെരുകുമോ? ഇത്രയും കാശ് പെരുകിയതല്ലേ ഇവിടുത്തെ പ്രശ്നം? കാശ് പെരുകി, കാശിൻ്റെ സ്ഥാപനങ്ങളായി, സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരായി, പ്രിൻസിപ്പാളുമാരായി, അങ്ങനെ വന്ന ആ പാടെ എല്ലാം കൂടെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അവിടെ ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു സീറ്റ് കൊടുക്കത്തില്ലെങ്കിൽ എന്ത് നന്മയാണ് സംഭവിച്ചേ? തിന്മ സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാശ് കൊണ്ട് വരുന്നവനുണ്ട്, കാശില്ലാതെ പഠിക്കാൻ ബുദ്ധിയുള്ളൊരു കൊച്ചിന് കൊടുക്കത്തില്ലെങ്കിൽ. അതുപോലെ തന്നെ ഇന്നിപ്പോൾ സഭയിൽ ആൾ കുറവ്, മക്കൾ കുറവ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് ഇനിയും പുതിയതായിട്ടൊരു കുഞ്ഞിനോട് ജന്മം കൊടുക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി ഒരു പൈസയും വാങ്ങാതെ അവരുടെ പ്രസവ ചെലവ് ആശുപത്രിക്കാരൊന്നും നടത്തട്ടെ. പള്ളിയുടെ ആശുപത്രി തന്നെ നടക്കട്ടെ. അതുപോലെ തന്നെ നാനാജാതി മതസ്ഥരായ പാവപ്പെട്ട മനുഷ്യർക്ക് ചിലപ്പോൾ അരിയൊക്കെ കൊടുക്കാറുണ്ട്, തുണിയൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷേ അത്രയും കൊടുത്താൽ വല്ലതും മതിയാവുമോ? ഇവിടെ മിച്ചം വരുന്ന കാശെല്ലാം അവരുടെ പോക്കറ്റിലേക്ക് പോകട്ടെ.
തെരുവിൽ അനാഥത്വം പേറി ജീവിക്കുന്ന അനാഥരെയും വിധവകളെയും തൊട്ടുപോകരുത്, അവർ ഞാനാണ് അവരുടെ സംരക്ഷകനെന്ന് ദൈവമല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ വചനമൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇത്രയും കാശ് കൂടുമോ? കൊടുക്കത്തില്ല, ആർക്കും കൊടുക്കില്ല. പള്ളിയുടെ കാശ് പ്രത്യേകിച്ച് ആർക്കും കൊടുക്കില്ല. പൊതുമുതലാടാ ഇത് ആർക്കും കൊടുക്കില്ല. എന്തിനാ ഈ കാശ് കൂട്ടി വെച്ചിട്ട് കുടുംബം തകർത്ത് തരിപ്പണമാക്കി കോലാഹലമാക്കി പള്ളിയും പള്ളിക്കൂടങ്ങളും ഒക്കെ പണിതുയർത്തി കാശുമായി ആളുമായി ഇപ്പോൾ തേണ്ട പഠിക്കാൻ ആളുമില്ല, ഉള്ള കൊച്ചുങ്ങൾ നാട് വിട്ടു പോണു. എന്നിട്ട് കിളവന്മാരെ നോക്കാൻ ആളില്ല. പള്ളി ഇനി ഈ ജനത്തിൻ്റെ സമ്പത്തൊക്കെ നോക്കുന്ന ഒരു ട്രസ്റ്റായിട്ട് മാറും. അതാണ് സംഭവിക്കാൻ പോണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും പള്ളി കൊണ്ടുപോയി കാശ് നേർച്ചയിടാതെ. ഞാൻ പള്ളിക്ക് എതിര് പറയുന്നതല്ല. കാശ് കൂടിയിട്ട് അവിടെ പ്രശ്നമാണെങ്കിൽ ആ കാശ് യഥാർത്ഥത്തിൽ തെരുവിൽ ജീവിക്കുന്ന എന്തുമാത്രം മനുഷ്യരുണ്ട്, നാടോടികളായി ജീവിക്കുന്നു. അവർക്ക് ആഹാരമോ അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രമോ ഒരാഘോഷം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക മാത്രമല്ല, നിരന്തരം അവർ പട്ടിണിയില്ല എന്ന് ഉറപ്പ് വരുത്താൻ നിനക്ക് ഉത്തരവാദിത്തമില്ലേ? അതൊരു പട്ടിണിയല്ല. അങ്ങനെ നമുക്ക് കണ്ടെത്താനും കൊടുക്കാനും ഒക്കെ സാധിക്കുമ്പോൾ എന്തോ ഒരു വലിയ ദൈവാനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. അതല്ലേ നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഇനിയും കഴിയുന്നിടത്തോളം ദാനധർമ്മം ചെയ്യാം. നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞാൽ തെരുവോരങ്ങളിൽ വച്ചിരിക്കുന്ന നേർച്ചപ്പെട്ടിയിൽ വിശപ്പിന് ആഹാരമാകുന്ന സമ്പത്ത് നിങ്ങളൊന്ന് ഇട്ടുകൊടുക്കുക. ആഹാരത്തിന് വേണ്ടുന്ന സമ്പത്തൊന്ന് ഇട്ടുകൊടുക്കുക. ദൈവത്തിന് വലിയ സന്തോഷമാകും. ദൈവാനുഗ്രഹം നമ്മളോടൊപ്പം നിരന്തരമുണ്ടാകും. ഈ സഭയിലെ തിന്മയും കൂടിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാലും കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ അതൊന്നും ഭീകരമായി പോവില്ല. അനുസരണക്കേടിൻ്റെ അങ്ങേയറ്റത്ത് ചെല്ലുന്ന ലെവലൊന്നും ഉണ്ടാകത്തില്ല. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. തെരുവിലെ നേർച്ചപ്പെട്ടികളിലേക്ക് നേർച്ചപ്പെട്ടി അറിഞ്ഞ് നേർച്ചയിടുന്ന നല്ല മക്കളായി തീർന്ന് ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. വളരെ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കഴിയുന്നിടത്തോളം ഒന്ന് ഷെയർ ചെയ്യുക. ഇതിന് ജാതിമത വ്യത്യാസമില്ല. വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്. ജീവിതം എല്ലാവർക്കും ഒരുപോലെയാണ്. പാപവും തിന്മയും എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ നീതിബോധമുള്ള, അനുസരണയുള്ള, സമാധാനമുള്ള നല്ല മക്കളായി ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. കമൻസുകളുമൊക്കെ ഇട്. ഓക്കെ.